നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം 1 എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3ാമത്തെ സെമിസ്റ്ററിലുള്ള ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിനകത്തുള്ള നാടോടി കളികൾ എന്ന പാഠഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫോക്ലോറിസ്റ്റ് കൂടിയായ ഫോക്ലോർ ഗവേഷകനും കോഴിക്കോട് സർവകലാശാലയിലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഫോക്ലോർ പഠന കേന്ദ്രത്തിൻ്റെ സ്ഥാപകനും അധ്യക്ഷനും ഒക്കെ ആയിട്ടുള്ള രാഘവൻ പയ്യനാടിൻ്റെ നാടോടി കളികൾ എന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം ഫോക്ലോറിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഫോക്ലോറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഫോക്ലോർ എന്ന പുസ്തകം തന്നെ, അങ്ങനെ ഒരു പേരിൽ തന്നെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഫോക്ലോറിനെ നിർവചിക്കുക. എന്താണ് ഫോക്ലോർ എന്ന് ചോദിച്ചപ്പോൾ അതിനെ നിർവചിക്കുക അത്ര എളുപ്പമല്ല എന്നാണ് രാഘവൻ പയ്യനാട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയും വിശാലമായ അർത്ഥതലങ്ങൾ ഫോക്ലോറിനുണ്ട് എന്നുള്ളതാണ്. രാഘവൻ പയ്യനാടിൻ്റെ നാടോടി കളികൾ എന്ന ലേഖനത്തിൽ നമുക്ക് ഒരു കാലത്ത് ഇവിടെ നിലവിലുണ്ടായിരുന്ന നാടോടി കളികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതായത് നാടോടി കളികളൊക്കെ ഫോക്ലോർ രൂപങ്ങളാണ്. പക്ഷേ മറ്റുള്ള കലാരൂപങ്ങളെ പോലെ അത്രയധികം പഠന വിധേയമായിട്ടില്ലാത്തൊരു വിഷയമാണ് നാടോടി കളികൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒഴിവ് സമയത്തും മറ്റുമൊക്കെ പലതരം കളികളിൽ ഏർപ്പെടുമെങ്കിലും അവയെ പറ്റി കാര്യമായി നമ്മൾ ചിന്തിക്കാറില്ല. നാട്ടുമുറകളിൽ കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകളും ഒക്കെ ഇങ്ങനെ കളികളിൽ പങ്കെടുക്കും. അപ്പോൾ ഈ കളി എന്ന് പറയുമ്പോൾ മാനസിക ഉല്ലാസത്തിന് മാത്രമല്ല, കായിക വ്യായാമത്തിനും കൂടി പ്രയോജനപ്പെടുന്നതാണ്. അങ്ങനെ മനുഷ്യൻ നേരിടുന്ന പലതരം സമ്മർദ്ദങ്ങളിൽ നിന്നും മോചനവും അതേപോലെ തന്നെ മത്സര ബുദ്ധി ഉണ്ടാക്കാനും ഒക്കെ ഈ കളികൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ? എല്ലാ ജീവികളും സ്വന്തം കുഞ്ഞുങ്ങളെ ഇരപിടിക്കാൻ വേണ്ടി മറ്റും പഠിപ്പിക്കുന്നത് പോലെ ഒരു മത്സര ബുദ്ധിയോടുകൂടി സ്വയം പര്യാപ്തമായൊക്കെ മാറാൻ വേണ്ടി നമ്മളെ ഈ കളികൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് മത്സര ബുദ്ധിയും പരസ്പരം കീഴ്പ്പെടുത്തി വിജയിക്കാനുള്ള ശ്രമവും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞൊരു സ്വയം പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പറ്റുന്നു. ഈ ഒറ്റിക്കൂക്കി, കാക്ക തൊട്ട് കളി തുടങ്ങിയ കളിയിലൊക്കെ കൂട്ടത്തിലൊരു കുട്ടി എന്താവും? നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ കളിച്ചിട്ടുള്ള കളികളാണ്, ഒറ്റിക്കൂക്കിയും കാക്ക തൊട്ട് കളിയൊക്കെ. അപ്പോൾ ഇതിലെന്താവും? ഒരു കുട്ടി ഒറ്റപ്പെടുമ്പോൾ അതെങ്ങനെ മറികടക്കാമെന്ന് ശ്രമിക്കും, അല്ലേ? അങ്ങനെ ആ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ് രാഘവൻ പയ്യനാട് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലേ? ജീവിതത്തിൻ്റെ വൈരുദ്ധ്യം പോലെ തന്നെ ഈ കളികൾക്കും ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. മിക്ക കളികൾക്കും നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. പലതും ടീമായിട്ട്, സംഘങ്ങളായിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ അംഗബലവും സംഘബലവും ഒക്കെ ഇത്തരം കളികളിൽ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ആലോചിക്കേണ്ടത് ഓരോ കളിയും അങ്ങനെ കളിക്കുമ്പോൾ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ, വോളിബോൾ, കബഡി, ക്രിക്കറ്റ് പോലത്തെ എല്ലാ കളികളും എടുത്തു നോക്കുകയാണെങ്കിൽ 2 സംഘങ്ങളായിട്ടാണ് കളിക്കുന്നത്. ഓരോ സംഘത്തിലും 8 or 10 അംഗങ്ങൾ, കളിയുടെ നിയമത്തിനനുസരിച്ചിരിക്കും അംഗങ്ങൾ ഉണ്ടാകും. അവർ തമ്മിൽ കളിയാണെങ്കിൽ കൂടിയും പരസ്പര ബഹുമാനവും നിയതമായ ധാരണയും ഒക്കെ ഉണ്ടാവും. പിന്നെയോ ഫുട്ബോൾ പോലത്തെ കളി എടുത്ത് നോക്കിയാൽ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കൂട്ടായ്മയാണ് ഈ കളികളുടെയൊക്കെ വിജയം. മനുഷ്യൻ്റെ സാമൂഹ്യ ബോധത്തെ ഉറപ്പിക്കുന്നതാണ് ഈ കളികൾ എന്നാണ് പറയുന്നത്. പിന്നീട് രാഘവൻ പയ്യനാട് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ കളികൾ നാടകങ്ങളെ പോലെയാണെന്നാണ്. കാരണം നാടകത്തെ സംബന്ധിച്ചിടത്തോളം അരങ്ങ് വേണം, കാണികൾ വേണം, ഇതിവൃത്തം വേണം. ഏകദേശം കളികളും അതേപോലെ തന്നെയാണ്. ഓരോ കളിയുടെയും സ്വഭാവം എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതായത് കളിക്കുന്നവർ മാത്രമല്ല, കാണികളുണ്ടാവും. കളിയിൽ പങ്കെടുക്കുന്നവരെ അഭിനേതാക്കളായി കരുതി കഴിഞ്ഞാൽ നാടകത്തിൽ എന്നതുപോലെ അവരും ആ കളിക്കൊത്ത് ഏതാണോ കളി അതിനനുസരിച്ച് ആ കളിയിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാക്ക തൊട്ട് കളി എടുത്താൽ ഒരാൾ കാക്കയാവും, മറ്റുള്ളവർ അപ്പോൾ ഈ കാക്ക തൊടുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അത് ഏകദേശം ഒരു അഭിനയം പോലെ തന്നെയാണ് മുന്നോട്ടേക്ക് വരുന്നത്. അതായത് സ്വന്തം വ്യക്തിത്വം മറച്ചു പിടിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. കളിയുടേതായ പെരുമാറ്റങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ സാധ്യതകളോടുകൂടി പുതിയ കാക്കയെ കണ്ടെത്തും, അതോട് മറ്റേ ആൾ സേഫായി. ആ രീതിയിലാണ് നമ്മൾ കളിക്കുന്നത്. അങ്ങനെ നാടോടി കളികളിൽ കാണികളെ പ്രേരിപ്പിക്കുന്നത് കളികളിൽ പുതിയ പുതിയ അടവുകൾ പ്രയോഗിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ധാരാളം കളികളെ പറ്റി ഉദാഹരണം സഹിതം പറയുന്നുണ്ട്. അതിലൊന്നാണ് നാട്ടുമുറത്തുള്ള നക്കിക്കളി എന്ന് പറയും. നമ്മളൊന്നും കളിച്ചിട്ടില്ല, ചില ആളുകൾക്ക് അറിയാമായിരിക്കും. നക്കിക്കളി എന്ന് പറയുമ്പോൾ 2 വരികളിലായി 7 വീതം കുഴികൾ ഉണ്ടാക്കും. അതിൽ 4 വീതം പുളിങ്കുരു ഇടും. ഒരു ഭാഗത്ത് 7 കുഴി ഒരാൾക്കും മറുഭാഗത്ത് 7 കുഴി മറ്റേയാൾക്കും.
കളി തുടങ്ങുന്നയാള് അയാളുടെ ഭാഗത്ത് ഏതെങ്കിലും കുഴിയിൽ 4 പുളിങ്കുരു എടുത്ത് ഇടത്ത് നിന്ന് വലത്തോട്ട് ഓരോ കുഴിയിലും ഓരോന്നിടും. അങ്ങനെ കുരു തീരും വരെ കളിക്കുക. കളിയിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഇനി അടുത്ത കളി ഉദാഹരണം പറയുന്നത് ദായം കളി അഥവാ 8ഉം 4ഉം. ഇതിൽ 4 പേരാണ് പങ്കെടുക്കുക. ഒരു സമയത്ത് തന്നെ 25 തുല്യ കളങ്ങളായി ഭാഗിക്കുന്നു. അതിൽ തന്നെ ഓരോ ആൾക്കും 4 വീതം കരുക്കൾ ഉണ്ടാവും. 4 കക്കത്തോടാണ് കളിക്ക് ഉപയോഗിക്കുന്നത്. ഈ കക്കത്തോട് നിലത്ത് വീഴുന്നതിനനുസരിച്ചാണ് എണ്ണം. 4 എണ്ണത്തിൽ 2 എണ്ണം മലർന്ന് വീണാൽ അതിൻ്റെ വില 2, 3 എണ്ണം മലർന്നാൽ 3, 4 എണ്ണം മലർന്നാൽ 4. അങ്ങനെ 4 എണ്ണം മലർന്ന് വീണെങ്കിൽ ഇതിനെ വെള്ള എന്നും 4ഉം കമിഴ്ന്ന് വീണാൽ ഇതിനെ കൊട്ടാരം എന്നും പറയും. ഇവിടെയും ഒരാൾ കളി ജയിക്കും, മറ്റു 3 ആളുകൾ തോൽക്കും സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ സംഘങ്ങൾ ചേർന്ന് ടീമുകളായി കളിക്കുന്ന മറ്റു കളിയാണ് കബഡി, ചേരിയും കോലും, തലപ്പന്ത് പോലത്തെ ഒക്കെ. ഇതിലൊക്കെ മുന്നേ നിശ്ചയിച്ച നിയമാവലികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കളികളെ അങ്ങനെ നമ്മൾ അവയുടെ ഊന്നലിനെ അടിസ്ഥാനമാക്കി നൈപുണ്യ കളികൾ, ഭാഗ്യക്കളികൾ, ആയോധന കളികൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഈ പന്തയം, ഓട്ടം, മല്ലയുദ്ധം, കുത്ത് തുടങ്ങിയവയൊക്കെ ശാരീരിക നൈപുണ്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കില്ലാണ്. ശാരീരിക നൈപുണ്യത്തെ ഉപയോഗിച്ച് കളിക്കുന്നതാണ്. യുദ്ധക്കളികൾ അല്ലെങ്കിൽ കളിയുദ്ധങ്ങളാണ് മൂന്നാമത്തത് എന്നാണ് പറയുന്നത്. ഈ ഭാഗ്യക്കളിയിൽ തന്നെ ശുദ്ധ ഭാഗ്യക്കളി, ഊഹക്കളി എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ചെസ് കളി ചരതക്കളിയിൽ പെടുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികൾക്കിടയിൽ നിലവിലുള്ള മറ്റൊരു കളിയാണ് കീച്ചി കീച്ചി എന്ന് പറയുന്നത്. 2 കുട്ടികൾ ചേർന്ന് കളിക്കും. പൂഴിയിൽ കക്കത്തോട് നീക്കിയുള്ള ഒരു കളിയാണിത്. കളിക്കിടയിൽ തോട് പൂഴിയിൽ എവിടെയെങ്കിലും വിട്ട് കളയുന്നു. അത് കൈകൊണ്ട് പൊത്തിയെടുക്കണം. പൊത്തുന്നിടത്ത് തോടില്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടു. ഇതൊരു ഊഹക്കളിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കളികളുടെ മറ്റൊരു വിഭജനം 2 ഭാഗവും ഒരേ സമയത്ത് കളിക്കുന്ന കളി. അതായത് ഇപ്പോൾ ഫുട്ബോൾ, കബഡി പോലത്തെ കളിയൊക്കെ 2 ടീമും ഒരേ സമയത്ത് കളിക്കുന്ന കളിയാണ് അല്ലേ. പിന്നെ ചിലത് ഒരു ഭാഗം കളിച്ചതിന് ശേഷം അടുത്ത ഭാഗം കളിക്കുന്നതാണ്. അതായത് ചെസ്, നക്കിക്കളി, ദായം ഇതൊക്കെ അതിനകത്താണ് പെടുന്നത്. ഓരോ കളിക്കും അത് നിലനിൽക്കുന്ന സമൂഹവും സ്വാഭാവികമായും കളികളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് നിലനിൽക്കുന്ന സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നക്കിക്കളി അത് സമൂഹത്തിൽ ഒരു സ്ഥലത്ത് മാത്രമുള്ളതൊന്നും അല്ല, മറ്റു സമൂഹത്തിലുമുണ്ട്. ആ നക്കിക്കളി ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ പല എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്തുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ കളികൾക്കുണ്ട്, പ്രത്യേകിച്ച് നാടോടി കളികൾക്ക്. അതായത് ചൂത് കളിയിലും ചെസ് കളിയിലും നമ്മൾ നേരിട്ടുള്ള യുദ്ധം എന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. ഇവിടെയൊക്കെ വിജയം എന്ന് പറയുന്നത് രാജാവിനെ കൊല്ലുന്നതോടെ കളി അവസാനിക്കുന്നു എന്നുള്ളത്. ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ നമുക്കത് ഓർമ്മിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് കബഡി കളി അല്ലേ, രാജാവിനെ ഇല്ലാതാക്കുന്നതോടുകൂടിയാണ് വിജയം എന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെയൊക്കെ പറയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള കളികൾ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് നാടോടി കളികൾ എന്നുള്ള ലേഖനത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചിലത് ഇപ്പോഴും ഉള്ളതാണ്, മറ്റു ചിലത് ഇപ്പോഴുണ്ടോ ചോദിച്ചാൽ കുഞ്ഞു മക്കളോട് ചോദിച്ചാൽ അതെന്താണ് എന്ന് ചോദിക്കും. ആ രീതിയിൽ മൺമറഞ്ഞു പോയ കളികളുണ്ട്. കാരണം ഇന്ന് ഓൺലൈൻ കാലഘട്ടമാണ്. സൈബർ യുഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏണിയും പാമ്പും ലുഡോയും പോലും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ഈ ഗെയിമിംഗ് എന്ന ഒരാശയത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാടിൻ്റെ തന്നെ ജീവസുറ്റ അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ തന്നെ സംസ്കാരത്തെ വിളിച്ചോതുന്ന നാടോടി കളികളുടെ ഏറ്റവും സമ്പന്നമായ പാരമ്പര്യത്തെ, അതിൻ്റെ ഏറ്റവും സമ്പന്നമായ ചരിത്രത്തെ, അതിൻ്റെ ഏറ്റവും സമ്പന്നമായ വേരോട്ടത്തെ പറ്റിയാണ് ഈ ഭാഗത്ത് നാടോടി കളികൾ എന്നുള്ള ലേഖനത്തിൽ ഇദ്ദേഹം സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്.